അസ്സാം വലൈക്കും വറഹമത്തുള്ള. വെളുത്ത ഹൃദയമുള്ള ചോര പൈതലുകളായി പിറന്നു വീണ നമ്മളുടെ പാപകാരണം, പാപങ്ങൾ ഇങ്ങനെ ദിനനിത്യം ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ ഹൃദയം കറുത്തുപോയി എന്ന് മാത്രമല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഹുബ്ബിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ പാവങ്ങളെ കൊണ്ട് കറുത്തുപോയ ഹൃദയങ്ങളെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാനുള്ള നമ്മളുടെ ഒരു രക്ഷക്കപ്പൽ എന്ന് തന്നെ പറയാം. അതാണ് പരിശുദ്ധ റജബ്, റമളാൻ, ഷഅബാൻ ഇങ്ങനെ തുടങ്ങിയ മാസങ്ങൾ. റജബ് എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു ഏറെ ആദരിച്ച, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ആദരിച്ച മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. റജബ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ബറക്കത്തും റഹ്മത്തും ആകാശലോകങ്ങളിൽ നിന്ന് പേമാരി വരുന്ന പുണ്യമാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാന വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്നും റിവായത്തുണ്ട്. പക്ഷേ അവിടെ അത് വേറൊരു ചർച്ചയാണ്. അവിടെ ബഅലിൻ്റെ മാന വരുന്നത് കൊണ്ട് തന്നെ ഷഹർ എന്ന് പറയാൻ പാടില്ല, അങ്ങനെ ഓതാൻ പാടില്ല, റമളാൻ എന്ന് പറഞ്ഞവരുമുണ്ട്, അതിന് റദ്ദ് ചെയ്തവരും, അങ്ങനെ അതൊരു വേറെ ചർച്ചയാണ്. എന്നിരുന്നാലും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. അതുപോലെ റഹ്മത്തുകൾ പേമാരി വരുന്ന, പ്രതിഫലങ്ങൾ ഇരട്ടിയാക്കപ്പെടുന്ന റമളാൻ മാസം നമ്മൾക്ക് നീ എത്തിച്ചു തരണം എന്നുള്ള ദുആ, എന്നുള്ള മഅന ഉൾക്കൊണ്ട ആ ദുആ നടത്തണം. അങ്ങനെയായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റജബ് വന്നാൽ തന്നെ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പത്നിമാരെ, ഭാര്യമാരെ ഒന്ന് ഉണർത്തുമായിരുന്നു. റജബ് വന്ന് പറഞ്ഞ് ഒന്ന് തംബീഹ് കൊടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി റജബിനെ ബഹുമാനിക്കുകയും റജബിനെ സ്നേഹിച്ചവരുമായിരുന്നു. അള്ളാഹു തന്ന പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിനെ, അള്ളാഹു കനിഞ്ഞരുളിയ ഈ ജീവിതത്തിനെ പാപങ്ങളെ കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്താതെ ഒന്ന് നന്നാകാൻ വേണ്ടി അള്ളാഹു നമ്മൾക്ക് റജബ് പോലത്തെ മാസങ്ങളെ ഇറക്കി തരുന്നു. ധാരാളം റജബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റജബുല്ലി തത്ഹീരിൽ ബദൻ, റജബ് എന്നുള്ളത് അത് ശരീരത്തിനെ ശുദ്ധിയാക്കാനുള്ള മാസമാണ്. ഷഅബാനുല്ലി തത്ഹീരിൽ ഖൽബ്, ഷഅബാൻ എന്നുള്ളത് അത് നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ചെടുക്കാനുള്ള മാസമാണ്. അതുപോലെ റമളാനുല്ലി തത്ഹീരിൽ റൂഹ്, റമളാൻ എന്നുള്ളത് നമ്മുടെ ആത്മാവിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാനുള്ള മാസമാണ്. റജബുൻ ഷഹറുല്ലാഹ്, റജബ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാസമാണ്. അതുപോലെ തന്നെ ഷഅബാനുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഷഅബാനുൻ ഷഹരി, ഷഅബാൻ എന്നുള്ളത് അത് എൻ്റെ മാസമാണ്. അതുപോലെ റമളാൻ എന്നുള്ളത് ഷഹ്റു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. അപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ വില കൽപ്പിച്ച മാസങ്ങളാണ് റജബ്, ഷഅബാൻ, റമളാൻ എന്നുള്ളത്. റജബിൽ ഒന്ന് ഏതൊരു രീതിയിലാണോ നമ്മളൊരു വലിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു വലിയൊരു സമ്മേളനത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയാണോ അതിലേക്ക് വേണ്ടിയുള്ള സ്റ്റേജും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനു വേണ്ടി ഒരുങ്ങുന്നത്, അതുപോലെയാണ് റമളാനിന് വേണ്ടി നമ്മൾ ഷഅബാനിലും റജബിലും അതിനു വേണ്ടി ഒരുങ്ങുന്നത്. അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണോ സാധാരണമായി നമ്മൾ ഒരുങ്ങുന്നത്, അങ്ങനെ ആയിരിക്കണം റമളാനിന് വേണ്ടി നമ്മൾ റജബിലും ഷഅബാനിലും ഒരുങ്ങേണ്ടത്. ബൈത്തുൽ മുഖദ്ദസിൽ നടന്നൊരു സംഭവമാണ്. അതായത് തംബീഹുൽ ഗാഫിൽ നിന്നുള്ള ചരിത്ര ഗ്രന്ഥത്തിലും മറ്റു ചില ഗ്രന്ഥങ്ങളിലും, ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും ബൈത്തുൽ മുഖദ്ദസിൽ ഒരു ഉമ്മയും ഒരു മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം
ഉമ്മ മകനെ വിളിച്ച് പറയുകയാണ്, മകനെ, ഞാനെങ്ങാലും മരിച്ചു പോയാൽ എന്നെ കഫൻ ചെയ്യുന്നത് ഞാൻ നിസ്കരിച്ചിരുന്ന ഈ നിസ്കാരക്കുപ്പായത്തിൽ തന്നെ ആയിരിക്കണമെന്ന്. ആ ഉമ്മ ജീവിതത്തിൽ ധാരാളം നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ഇബാദത്ത് ചെയ്യുകയും അങ്ങനെ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവരായിരുന്നു ആ ഉമ്മ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉമ്മ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം മകൻ എന്ത് ചെയ്യുന്നു? ഉമ്മാൻ്റെ ആ വസിയത്ത് അനുസരിച്ച് ആ നിസ്കാര കുപ്പായത്തിൽ തന്നെ കഫൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ മകൻ അങ്ങനെ ഒരുങ്ങുമ്പോൾ ഇത് കണ്ട കുടുംബത്തിൻ്റെ ചില അംഗങ്ങൾ, കുടുംബത്തിൻ്റെ അഹൽക്കാർ എന്ത് ചെയ്യുന്നു? ഇവനോട് പറയാൻ തുടങ്ങുന്നു, അല്ല, എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പിശുക്കത്തര കാണിക്കുന്നത്? ഈ കീറിപ്പോയ, ചുളുങ്ങിപ്പോയ, നിറം മാറിപ്പോയ ഈ വസ്ത്രത്തിലാണോ നീ കഫൻ ചെയ്യുന്നത്? ഇതാണോ നീ ഉമ്മാക്ക് കൊടുക്കുന്ന വാല്യൂ? ഇങ്ങനെ തളർത്താൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ആ ഉമ്മ പറഞ്ഞ വസിയത്തിന് മാറായിട്ട് മകൻ കുടുംബത്തിൻ്റെ അഹലുക്കാരുടെ ആ വാക്കുകളും കേട്ട് ഇവൻ എന്ത് ചെയ്യുന്നു? ആ നിസ്കാര കുപ്പായം ഒഴിവാക്കി വേറൊരു പുതിയ കുപ്പായത്തിൽ മറമാടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ മരിച്ച് കഫൻ ചെയ്തു അങ്ങനെ ഖബറിൽ മറമാടിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉമ്മ സ്വപ്നത്തിൽ വരികയാണ്. ഉമ്മ സ്വപ്നത്തിൽ വന്ന് മകനോട് ചോദിക്കുന്നു, യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, ലിമലം തഖുദ് വസിയത്തി, എന്തുകൊണ്ടാണ് നീ ഞാൻ പറഞ്ഞ വസിയത്തിനെ സ്വീകരിച്ചിട്ടില്ല? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നെ ഇതേ കഫൻ പുടത്തിൽ തന്നെ, എന്നെ ഈ ഒരു വസ്ത്രത്തിൽ തന്നെ മറമാടണമെന്ന്? പിന്നെ എന്തിനാണ് നീ അങ്ങനെ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ മകൻ ആകെ ബേജാറായി പോയി. മറുദിവസം ആ ഉമ്മാനെ അതേ കഫൻ പുടത്തിൽ തന്നെ, അതേ വസ്ത്രത്തിൽ തന്നെ മറമാടാൻ വേണ്ടി വീണ്ടും കബറിനെ മാന്താൻ തുടങ്ങുന്നു. അങ്ങനെ ആ കുഴിയെ മാന്തുകയും ആ കബറിനെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെ കബറിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒന്നുമില്ല. കബറിൽ ആ ഉമ്മ കബറിലില്ല. മകൻ ആകെ ബേജാറായി പോയി. അവളിൽ നിന്ന് ആ സമയത്താണ് ഒരു അശരീരമായ ഒരു സൗണ്ട് കേൾക്കുന്നത്. ശരീരമില്ല, ശബ്ദം മാത്രം കേൾക്കാൻ സാധിക്കുന്നു. മകന് ആ ശബ്ദം കേൾക്കുകയാണ്. അതായത്, ഓ മനുഷ്യ, നീ എന്താണ് വിചാരിച്ചത്? അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്ത ഈ ഉമ്മാക്ക് തുണയായി ഖബറിൽ ഒരാളും ഉണ്ടാകൂല എന്നാണോ നീ വിചാരിച്ചത്? എന്നാൽ നിനക്ക് തെറ്റിപ്പോയി മകനെ. ഉമ്മാൻ്റെ ഒപ്പം നമ്മളുമുണ്ട് എന്ന് പറയുന്ന ഒരു അശരീര ശബ്ദം കേൾക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, റജബിനെ സ്നേഹിച്ച കാരണം, റജബിൽ പ്രത്യേകമായി ദുആകളും ദിക്റുകളും നടത്തിയ കാരണം ആ ഉമ്മാക്ക് അവിടെ പകരം വയ്ക്കാനില്ലാത്ത സ്ഥാനം, പ്രശസ്തി, വാല്യൂ ഖബറിൽ പോലും കിട്ടി എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ? ഖബറിൽ രക്ഷപ്പെടണം. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏത് വിഷയം പറഞ്ഞാലും, ഖബറിൻ്റെ ഏത് വിഷയം പറഞ്ഞാലും, നരകത്തിൻ്റെ വിഷയം പറഞ്ഞാലും, അഹ്ശറയുടെ വിഷയം പറഞ്ഞാലും കരയുമായിരുന്നില്ല. പക്ഷേ ഖബറിൻ്റെ വിഷയം കേട്ടാൽ കരയുമായിരുന്നത്രേ. അപ്പോൾ ഖബറിൽ രക്ഷപ്പെടാൻ ഏറ്റവും വലിയ മാർഗമാണ് റജബിനെ ബഹുമാനിക്കുക, റജബിനെ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, റജബ് വന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാരെ ഉണർത്തുമായിരുന്നു. റജബ് വന്നു എന്ന് തംബീഹ് ചെയ്യുമായിരുന്നു. റജബ് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തുകളും ബറക്കത്തുകളും ആകാശലോകത്തിൽ നിന്ന്, വാനലോകത്തിൽ നിന്ന് പേമാരി വരുന്ന പുണ്യമാസമാണ് റജബ്. റജബ് വന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. അതുപോലെ തന്നെ റഹ്മത്തുകൾ പേമാരി വരുന്ന, പ്രതിഫലങ്ങൾ ഇരട്ടിയാക്കപ്പെടുന്ന
ഒന്ന് ചെയ്താൽ 70 പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന പരിശുദ്ധ റമദാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണമേ എന്നുള്ള ദുആകൾ ആദരവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ ദുആഇനെ നമ്മൾ കൂടുതൽ അധികരിപ്പിക്കാൻ നമ്മൾ നോക്കണം.